ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മൾ 30 ക്ലാസ്സിൽ 100 നിയമങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഒന്നാമത്തെ നിയമം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, കാക്കേക്കിയുടെ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. കാണാത്തവർ അത് കാണുക. അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നോട് ചോദിക്കാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നോക്കാം. നമ്മൾ കാക്കയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്ലാസ്സാണ് ഇന്ന്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കറിയാം അവൻ്റെ, അവളുടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അവൻ, അവൾ, ആ എന്നൊക്കെ നമ്മൾ എന്താ പറയുന്നത്, വഹ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. വോ എന്ന് പറയും. വോ എന്ന് പറഞ്ഞാൽ വഹ്. അവൻ, അവൾ, അത് അല്ലെങ്കിൽ ആ, ഇത് 4 ആവാം വഹിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ വഹ്, വോ എന്ന് പറയും നമ്മൾ. വോ. ഓക്കെ, അപ്പോൾ വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, ആ എന്നാണ് അല്ലേ. അതുപോലെ തന്നെയാണ് യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവൻ, ഇവൾ, ഇത്, ഈ അല്ലേ. യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവൻ, ഇവൾ, ഇത്, ഈ. ഓക്കെ, വോ നിക്കൽ ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ പോയി. അല്ലെങ്കിൽ വോ പോഞ്ച് ഗയ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ എത്തി എന്നാണ് അല്ലേ. വോ പോഞ്ച് ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്, അവളെത്തി. ടീക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ മേരി വൈഫ് പോഞ്ച് ഗയി, അവളെത്തി. ടീക്കെ, അപ്പം എന്താ പറയും, എൻ്റെ വൈഫ് അവിടെ എത്തി. ടീക്കെ, വോ പോഞ്ച് ഗയി എന്ന് പറയാം. മേരി വൈഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം മേരി വൈഫ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറയുകയാണ് വഹ് പോഞ്ച് ഗയി എന്ന് പറഞ്ഞാൽ അവളെത്തി എന്നാണ് അർത്ഥം. വോ പോഞ്ച് ഗയ, ഞാനല്ലേ പറയുന്നത്, രണ്ടും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ ആ വഹ്, അവനാണോ അവളാണോ അതിന് പ്രകാരം നമ്മൾ ഗയ, ഗയി എല്ലാം വരും അല്ലേ. സെയിം ടൈം യഹിൻ്റെ അതുപോലെ തന്നെ. ബട്ട് നമുക്ക് ഉസ്ക, ഉസ്കെ, ഉസ്കി ഇത് എങ്ങനെ ഉപയോഗിക്കാം? ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വഹ് നേരിട്ട് വന്നാലും നമുക്ക് ഗയ, ഗയി എന്നെല്ലാം ഉപയോഗിക്കാം അല്ലേ. ആ മാത്ര, ഈ മാത്ര അവസാനം തീരുമ്പോൾ നമുക്ക് ഈ മാത്രയിൽ ചെയ്താൽ അതൊരു സ്ത്രീയെ കുറിച്ചാണ് നമുക്ക് പറയാം. ബട്ട് നമ്മൾ ഉസ്ക, ഉസ്കെ, ഉസ്കി എങ്ങനെ ഉപയോഗിക്കും? അതായത് അവൻ്റെ, അവളുടെ, അതിൻ്റെ അല്ലേ. ഈ വഹ് പ്ലസ് കായാണ് ഉസ്ക എന്നായി മാറുന്നത്. വഹ് പ്ലസ് കെ ആണ് ഉസ്കെ എന്നായി മാറുന്നത്. വഹ് പ്ലസ് കി ആണ് ഉസ്കി എന്നായി മാറുന്നത്. 3ൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ. ടീക്കെ, അവൻ്റെ, അവളുടെ അല്ലെങ്കിൽ അതിൻ്റെ. അതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവൻ്റെ, അവളുടെ, അതിൻ്റെ. ഉസ്ക, ഉസ്കെ, ഉസ്കി 3ൻ്റെ അർത്ഥം ഒന്നാണ്. ഓക്കെ, ഉസ്ക ഉപയോഗിച്ചാലും ഉസ്കെ ഉപയോഗിച്ചാലും ഉസ്കി ഉപയോഗിച്ചാലും. ഓക്കെ, അതിൻ്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇസ്ക, ഇതിൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ, ഇവളുടെ. ഓക്കെ, 3ൻ്റെ അർത്ഥം ഇസ്ക. ഇസ്കെ സെയിം അർത്ഥം, ഇസ്കി സെയിം അർത്ഥം. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കും അല്ലേ. ഇതല്ലേ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ. നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഇവൻ നോർത്ത് സൈഡിൽ പോയിട്ട് നമ്മൾ ഇസ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്കിയ ഉപയോഗിക്കണമെങ്കിൽ അവർ ആദ്യം തന്നെ പറയും ഇവൻ മദ്രാസിയാണ് അല്ലേ. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ആണ്. അവൻ പറയാം മദ്രാസിയാണ് എന്ന് പറയും. അതാണ് കാരണം. എന്താണ്, നമ്മൾക്ക് ആ ഇസ്ക, ഇസ്കെ, ഇസ്കി അല്ലെങ്കിൽ ഉസ്ക, ഉസ്കെ, ഉസ്കി ഉപയോഗിക്കാൻ അറിയില്ല. ഇനി ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങളിനി തെറ്റിക്കരുത്. ഓക്കെ, അതാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അതാണ് എൻ്റെ ലക്ഷ്യം. നോക്കാം നമുക്ക്. ഉസ്ക ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രദർ ഉപയോഗിക്കുന്ന കാരണം ബ്രദർ, സിസ്റ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ബേട്ട, ബേട്ടി പെട്ടെന്ന് മനസ്സിലാവുന്ന മീൻസ് കാര്യങ്ങളാണ്. ഓക്കെ, നോക്ക് നിങ്ങൾ. ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുല്ലിംഗ ശബ്ദമാണ് അല്ലേ. അപ്പം നമ്മൾ ഉസ്ക ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റേതാവാം അല്ലെങ്കിൽ അവളുടേതാവാം. കാരണം എന്താണ്, ബ്രദർ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ടീക്കെ, നമ്മൾ വഹ് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, വഹ് നിക്കൽ ഗയ, വഹ് പോഞ്ച് ഗയ എന്ന് പറഞ്ഞാൽ അവനെത്തി, വഹ് പോഞ്ച് ഗയി അവളെത്തി എന്നായി. ബട്ട് ഇവിടെ എന്താ നമ്മൾ നോക്കുക, അടുത്ത വേർഡ് നോക്ക്. അടുത്ത വേർഡ് എന്താണ്, ബൈ അല്ലേ. ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ അതെന്തായി, ഉസ്ക എന്നായി മാറി. അപ്പം എന്തായി, ഉസ്ക ബ്രദർ അല്ലെങ്കിൽ ഉസ്ക ബൈ. ഓക്കെ, അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഉസ്കാലെടുക്ക. അവൻ്റെ കുട്ടി ഉസ്ക ബേട്ട എന്ന് പറയുന്നത് നമ്മൾ ഉസ്കാലെടുക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ടീക്ക്, ഉസ്കിലെടുക്കി എന്ന് പറയാം. ഉസ്കിലെടുക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ. അപ്പോൾ ഉസ്ക ബൈ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബ്രദർ അല്ലെങ്കിൽ അവളുടെ ബ്രദർ. ഇവിടെ അതിൻ്റെ എന്ന് വരില്ല. കാരണം എന്താണ്, ഇത്
ഒരു ഇതല്ലേ, ബ്രദർ സിസ്റ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഉസ്ക അതിൻ്റെ അവളുടേത് മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് ഉസ്കി. ഉസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അവളുടെ. ഓക്കെ. ബെഹൻ അല്ലെങ്കിൽ സിസ്റ്റർ. ഉസ്കി ബെഹൻ, ഉസ്കി സിസ്റ്റർ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, രണ്ടാക്കും ഒരേ എന്താണ് അർത്ഥമാണ്. ठीक है. ഉസ്കി ബെഹൻ, ഉസ്കി ബെഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ അവളുടെ സിസ്റ്റർ. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ഉസ്ക ബായി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റേതാവാം, അവളുടേതാവാം. ഓക്കെ, ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത്, അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളെങ്ങനെ പറയും? ഉസ്കാ ബായി എന്ന് തന്നെ പറയും. ഓക്കെ, ഞാൻ പറയുമ്പോൾ, ആ സ്ത്രീ പറയുമ്പോഴും ഉസ്കാ ബായി എന്ന് തന്നെ പറയും. സെയിം. ഉസ്കി ബെഹൻ, ഉസ്കി ബെഹൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സഹോദരി. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബേട്ടെ, ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ. ഓക്കെ. ഉസ്കെ ബേട്ടെ, ഉസ്കെ ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ആൺകുട്ടികളാവാം അല്ലെങ്കിൽ അവളുടെ ആൺകുട്ടികളാവാം. എങ്ങനെ നമ്മൾ പറയുക? ഉസ്കെ ബേട്ടെ. ഓക്കെ. ബേട്ടെ ഒരു പുല്ലിംഗ ബഹുവചനമാണ് അല്ലേ, ഒന്നിൽ കൂടുതൽ കുട്ടികൾ, ആൺകുട്ടികൾ. അപ്പോൾ ഉസ്കെ ബേട്ടെ, ഉസ്കി ബേട്ടിയ. ഉസ്കി ബേട്ടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, അർത്ഥം സെയിം, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ. ബേട്ടിയ, ബേട്ടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടികൾ. ഓക്കെ, ഇത് നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നോക്കാം നമുക്ക്. ഒരു ഇപ്പം നിങ്ങൾക്ക് ഈ ബായി ബെഹൻ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇസ്ക, ഇസ്കെ, ഇസ്കി വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ്റെ, ഇവളുടെ, ഇതിൻ്റെ. ഓക്കെ. ഇസ്ക ബായി, ഇവൻ്റെ. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട്, നമ്മളെന്താ പറയും? ഇസ്ക ബായി. ടീക്കെ. ഇസ്ക ബായി, ഇസ്ക ബായി ആയാ ഹുവാ ഹെ, ഇവൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ടീക്കെ. ഇസ്കി ബെഹൻ, ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ. ടീക്കെ. ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ, ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ. ഇസ്കി ബെഹൻ ഐ ഹുയി ഹെ. ശ്രദ്ധിക്കുമോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇസ്കി ബെഹൻ ഐ ഹുയി ഹെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ സിസ്റ്റർ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. ഇസ്കി ബെഹൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റേത് അല്ലെങ്കിൽ ഇവളുടേത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഒരു സെൻറ്റൻസ്, ഒരു വേർഡ്, ഒരു 3 വേർഡ് ഞാൻ എടുത്തിട്ട് വരാം. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലാജ്. ടീക്കെ. ഇലാജ് നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു വേർഡ് എടുക്കാം, ഇന്തസാർ. ഇന്തസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇന്തസാർ എന്ന് പറയുന്നത് അല്ലേ. ഇന്തസാർ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇന്തസാർ എന്ന് പറയും. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഇപ്പം ഞാൻ മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനൊരു ആൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്, ഒരു മെയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ പറയാറ് മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഞാൻ അവനെ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ അവളെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു പെൺകുട്ടിയെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ എങ്ങനെ പറയും? മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. തെറ്റില്ല. ഞാൻ ഒരു പെൺകുട്ടിയെ വെയിറ്റ് ചെയ്യുകയാണ്, മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഒരു ആൺകുട്ടിയെ വെയിറ്റ് ചെയ്യുകയാണ്, അപ്പം ഞാനെങ്ങനെ പറയും? മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആരെ ഇന്തസാർ ചെയ്യുന്നത്? ഉസ്ക. ഓക്കെ, ഉസ്ക എന്താണ്? ഒരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. കാരണം എന്താണ്? ഇന്തസാർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെങ്ങനെ പറയും ഈ സെൻറ്റൻസിൽ? ഹൂം വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മേ ഉസ്ക ഇന്തസാർ കർ റഹി ഹൂം. ഇവിടെ മേ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം മേ ഉസ്കി ഇന്തസാർ കർ റഹി ഹൂം. ഞാൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം നിങ്ങൾ. ഓക്കെ, മേ ഉസ്ക ഇന്തസാർ കർ റഹാ ഹൂം എന്ന് പറഞ്ഞാൽ കർ റഹി ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സ്ത്രീ പറയുമ്പോൾ. ഓക്കെ, ഒരു സ്ത്രീ പറയുമ്പോൾ മേ ഉസ്കി ഇന്തസാർ കർ റഹി ഹൂം. ഞാനൊരു എന്താ പറയണ്ടത്? അവൻ്റെ അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ടീക്കെ. മേ ഉസ്ക ഇന്തസാർ. ഉസ്ക ഇന്തസാറിന് മാറ്റമില്ല. ഇന്തസാർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പം ഇന്തസാർ കർ റഹാ ഹൂം എന്ന് വന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് വേറൊരു വേർഡ് എടുക്കാം, ഒരു സ്ത്രീ വേർഡ് എടുക്കാം, സ്ത്രീലിംഗ ശബ്ദം എടുക്കാം. ഹർക്കത്ത്. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ടീക്കെ. നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാകാം. ഉസ്കി ഹർക്കത്ത്. ഉസ്കി ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ.
ഇവിടെ എന്താണ് കാരണം? ഹർക്കത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ ഉസ്കി ഹർക്കത്ത് തന്നെ വരും. ഓക്കെ, അവൻ്റെ എന്താ പറയണ്ടേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, നമ്മൾ പറയാറില്ലേ അവൻ്റെ ദൈനംദിനത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഹർക്കത്ത് എന്ന് പറയും. അല്ലെങ്കിൽ ഉസ്കി ഹർക്കത്ത് ടീക്ക് നഹി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റേതാവാം അല്ലെങ്കിൽ അവളുടേതാവാം. ടീക്കെ, അവൻ്റേതാവാം അല്ലെങ്കിൽ അവളുടേതാവാം. ഉസ്കി ഹർക്കത്ത് ടീക്ക് നഹി ഹെ. ഞാൻ ഇപ്പോൾ പറയുമ്പോഴും എങ്ങനെ പറയും? ഉസ്കി ഹർക്കത്ത് ടീക്ക് നഹി യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ഹർക്കത്ത് അത്ര നല്ലതൊന്നുമല്ല, അവൻ്റെ ആക്ടിവിറ്റീസ് വളരെ മോശമാണ് എന്ന് പറയാം. അപ്പോൾ ഉസ്കി ഹർക്കത്ത് ഗന്ദി ഹെ. ഗന്ദാ ഹെ എന്ന് വരുമോ? ഇല്ല, ഹർക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉസ്കി ഹർക്കത്ത് ഗന്ദി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ആക്ടിവിറ്റീസ് മോശമാണ്. അല്ലെങ്കിൽ ഉസ്കി ഹർക്കത്ത് അച്ചി നഹി ഹെ. അച്ചി നഹി ഹെ, അച്ഛ നഹി ഹെ അല്ല, അച്ചി നഹി ഹെ. ഹർക്കത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, ടീക്കെ, യാർ ഉസ്കി ഹർക്കത്ത് ഗന്ദി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഹർക്കത്ത് ആക്ടിവിറ്റീസ് ശരിയല്ല. ഓക്കെ, നമുക്ക് നോക്കാം ജൂത്തെ. ജൂത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂസ് ആണല്ലോ, നമ്മളെ ചെരുപ്പ്. ഇതിന് നമ്മൾ ജൂത്താന്നല്ലേ പറയാം, ചെരുപ്പുകളല്ലേ, ഒന്നിൽ കൂടുതലല്ലേ. അപ്പം നമുക്ക് പറയാം ഉസ്കെ ജൂത്തെ. ഉസ്കെ ജൂത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, രണ്ടും വരാം. നമ്മൾ പറഞ്ഞു ഉസ്ക ഉസ്കെ. ഉസ്കിയുടെ അർത്ഥം എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അതിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഉസ്കെ ജൂത്തെ, ഉസ്കെ ജൂത്തെ കഹാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഷൂസ് എവിടെയാണ് ഉള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഉസ്ക, ഉസ്കെ, ഉസ്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനൊരു സെൻറ്റൻസ് കൂടി പറയാം. ബാത്ത്. ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഉസ്കി ബാത്ത് മത്ത് സുനോ. അവൻ പറയുന്നൊന്നും കേൾക്കരുത് എന്ന് പറയും നമ്മൾ. ഉസ്കി ബാത്ത് മത്ത് സുനോ, അവൾ പറയുന്നൊന്നും കേൾക്കരുത്. രണ്ടിനും അർത്ഥം വന്നു അല്ലേ. എങ്ങനെയാണ് വരുക? ഉസ്കി ബാത്ത് മത്ത് സുനോ. കാരണം എന്താണ്? ഉസ്കി വന്നു. എന്തുകൊണ്ട് വന്നു? ബാത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ഉസ്കി ബാത്ത് മത്ത് സുനോ, അവൻ പറയുന്നത് കേൾക്കരുത് അല്ലെ, അവൾ പറയുന്നത് കേൾക്കരുത്. ഓക്കെ, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അവൾ സ്ത്രീയാണെങ്കിൽ നമ്മൾ ഉസ്കി ബാത്ത് മത്ത് സുനോ. ടീക്കെ, ആരെക്കുറിച്ചാണോ പറയുന്നത്, അവൻ പുരുഷനാവാം, അപ്പോഴും നമ്മൾ എങ്ങനെ പറയും? ഉസ്കി ബാത്ത് മത്ത് സുനോ. ഞാൻ പറയുമ്പോഴും എങ്ങനെ പറയും? ഞാനൊരു മെയിൽ, അപ്പോൾ ഉസ്കി ബാത്ത് മത്ത് സുനോ. ഒരു ഫീമെയിൽ പറയുമ്പോഴും എങ്ങനെ പറയും? ഉസ്കി ബാത്ത് മത്ത് സുനോ. അപ്പം നിങ്ങൾക്ക് ഉസ്ക, ഉസ്കെ, ഉസ്കി ക്ലിയറായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സെയിം. ഇപ്പോൾ നമ്മൾ അവൻ്റെ അവളുടേതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് അതിൻ്റെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതും ഇതുപോലെ തന്നെ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ വേർഡ് നോക്കുക, നമ്മൾ തൊട്ട് നെക്സ്റ്റ് വേർഡ് നോക്കുക. ആ വേർഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഉസ്ക, ഉസ്കെ, ഉസ്കി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ അല്ലേ. അവൻ്റെ അവളുടെ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ എന്ന് പറയുമ്പോൾ ഉസ്ക, ഉസ്കി എങ്ങനെ ഉപയോഗിക്കും നമ്മൾ? ഉസ്കി ഹവ നിക്കൽ ഗയി. ഹവ ഒരു സ്ത്രീലിംഗ ശബ്ദം. അപ്പം നമ്മളിങ്ങനെ പറയും ഉസ്കി ഹവ നിക്കൽ ഗയി എന്ന് പറയും. എങ്ങനെ പറയും നമ്മൾ? ഉസ്കി ഹവ നിക്കൽ ഗയി. ഗയി എന്ന് പറഞ്ഞാൽ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ ഉസ്കി ഹവ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിൻ്റെ കാറ്റ് പോയി. എങ്ങനെ പറയും നമ്മൾ? ഉസ്കി ഹവ നിക്കൽ ഗയി. ഹവ ഒരു സ്ത്രീലിംഗ ശബ്ദം, അതുകൊണ്ട് എന്തായി? ഉസ്കി ഹവ നിക്കൽ ഗയി എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ എന്താ പറയേണ്ടത്? ഇലാജ്. ഇലാജ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇലാജ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ടീക്കെ, ഉസ്ക ഇലാജ് നമുക്ക് പറയാം. ഉസ്ക ഇലാജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എന്ന അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഇസ്കി ഹവ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കാറ്റ് പോയി. എങ്ങനെ പറയും നമ്മൾ? ഇസ്കി ഹവ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ ഇസ്ക ഡക്കൻ കഹാ ഹെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് എവിടെയാണ്. ഓക്കെ, ഇസ്ക ഡക്കൻ കഹാ ഹെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് എവിടെയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് ഇസ്ക, ഉസ്ക, ഉസ്കെ, ഉസ്കി നിങ്ങൾ പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ എന്താ പറയുക, ഈ ഉസ്ക എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. ഉസ്ക തോഡ് ഫോഡ് മത് കറോ. ഉസ്ക തോഡ് ഫോഡ് മത് കറോ. ഞാൻ പറഞ്ഞില്ല ഉസ്കി ഹവാ നിക്കൽ ഗയി. അതുപോലെ തന്നെ ഉസ്ക തോഡ് ഫോഡ് മത് കറോ. തോഡ് ഫോഡ് എന്ന് പറയുന്ന ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഉസ്ക തോഡ് ഫോഡ് മത് കറോ എന്ന് പറഞ്ഞാൽ അതിനെ അടിച്ച് പൊട്ടിച്ച് വെക്കരുത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉസ്ക, ഉസ്കെ, ഉസ്കി മനസ്സിലായി. നെക്സ്റ്റ് ഇസ്ക, ഇസ്കെ, ഇസ്കി. ടീക്കെ, സെയിം. ഇസ്ക ബ്രദർ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബ്രദർ. ടീക്കെ, ഇസ്കി
ബെഹൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, സോറി അവൻ്റെ അല്ല ഇവൻ്റെ. ഓക്കെ, അപ്പോൾ ഇസ്ക ബ്രദർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ സഹോദരൻ. ഓക്കെ, ഇസ്കി ബെഹൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ സഹോദരി എന്നാണ് അർത്ഥം. ടീക്കെ. അപ്പോൾ ഇസ്കെ ബേട്ടെ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്, അപ്പം ഞാൻ പറയും ഇസ്കെ ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തുമാരെ എന്ന് പറയാം. പക്ഷേ മൂന്നാലാൾ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇസ്കെ ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റേതാവാം അല്ലെങ്കിൽ അവളുടേതാവാം. പക്ഷെ ബേട്ടെ ആൺകുട്ടികൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇസ്കെ വന്നത്. ഓക്കെ, ഉസ്കയുടെ സെയിം തന്നെയാണ് ഇസ്കയിലും വരുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ? ഇന്തസാർ, ജैसे ഞാൻ പറഞ്ഞു ഇസ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഇസ്ക ഇന്തസാർ കർ റഹാ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഇസ്ക ഇന്തസാർ കർ റഹാത്ത, വന്നു ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് എങ്ങനെ പറയാം? യാർ മേ ഇസ്ക ഇന്തസാർ കർ റഹാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ഇവളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഇവനാവാം ഇവളാവാം. കാരണം എന്താണ്? ഈ ഇന്തസാറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇസ്ക വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇസ്കയുടെ അർത്ഥം എന്താണ്? ഇവൻ്റേത് അല്ലെങ്കിൽ ഇവളുടേത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇവൻ്റെ, അപ്പോൾ മേ ഇസ്ക ഇന്തസാർ കർ റഹാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അത് ഞാൻ പറയുമ്പോൾ. ഒരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ നമ്മൾ പറയും? മേ इसका सेम है ना, इसका मैं इसका इंतजार कर रही थी. ഓക്കെ, मैं इसका इंतजार कर रही थी എന്നായി. ഓക്കെ, അപ്പം എന്തായി? തീ വന്നു. ഓക്കെ, മേ വെച്ച് പറഞ്ഞത് കൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, ഒരു ന്യൂട്രൽ വേർഡ് ആണെങ്കിൽ നമുക്ക് തെറ്റ് വരത്തില്ല. ഓക്കെ, അപ്പം അടുത്തത് നോക്കാം നമുക്ക്. ഉസ്കി ഹർക്കത്ത് ഇസ്കി. ഓക്കെ, ഇസ്കിയെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇസ്കി ഹർക്കത്ത് ഗന്തി ഹെ. ഇസ്കി ഹർക്കത്ത് ഗന്തി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ്റെ ആക്ടിവിറ്റീസ് ശരിയല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇസ്കി ഹർക്കത്ത് അച്ചി നഹി ഹെ അല്ലെങ്കിൽ ഇസ്കി ഹർക്കത്ത് ടീക്ക് നഹി ഹെ. ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ രണ്ടും വന്നു. ഹർക്കത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്ക, ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്ക എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നത് ഞാൻ കേൾക്കില്ല. ഓക്കെ, ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്ക. അതുപോലെ തന്നെ ഒരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? അത് ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്കി. ഓക്കെ, ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്കി. അങ്ങനെ പറഞ്ഞാൽ അവൻ പറയുന്നത് ഞാൻ കേൾക്കില്ല അല്ലെങ്കിൽ അവൾ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്നാണ്. ഓക്കെ, രണ്ടിനും ഇസ്കി ബാത്ത് എന്നാണ് വരുന്നത്. കാരണം എന്താണ്? ബാത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പം ഇസ്കി ബാത്ത് മേ നഹി സുനൂങ്ക, മേ നഹി സുനൂങ്ക അത് മാറും. മേ നഹി സുനൂങ്ക അല്ലെങ്കിൽ മേ നഹി സുനൂങ്കി അതെന്താവും? ഇപ്പം ഞാൻ പറയുമ്പോൾ മേ നഹി സുനൂങ്ക എന്ന് പറയും. ഒരു സ്ത്രീ പറയുമ്പോൾ മേ നഹി സുനൂങ്കി. ബട്ട് ഉസ്കി ബാത്ത് അല്ലെങ്കിൽ ഇസ്കി ബാത്ത് അതിന് മാറ്റം വരത്തില്ല. കാരണം എന്താണ്? ഈ ബാത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇസ്കാ തോഡ് ഫോഡ് മത് കറോ. ഇസ്കാ തോഡ് ഫോഡ് മത് കറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ പൊട്ടിക്കരുത്. ഓക്കെ, ഇതിനെ തച്ച് അടിച്ച് പൊട്ടിക്കരുത് എന്നാണ്. തോഡ് ഫോഡ് കറണം എന്ന് പറഞ്ഞാൽ ഗർ തോഡ് ഫോഡ് മത് കറോ. ഗർ ഒരു പുല്ലിംഗ ശബ്ദം. അപ്പം ഗർ തോഡ് ഫോഡ് മത് കറോ. മക്കാൻ എന്ന് പറഞ്ഞാലും വീട്. അപ്പം മക്കാൻ തോഡ് ഫോഡ് മത് കറോ. മക്കാൻ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മക്കാൻ നമ്മൾ മക്കാൻ ക അല്ലെങ്കിൽ മക്കാൻ ക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എന്നാണല്ലോ. തോഡ് ഫോഡ് എന്താണ്? ഒരു പുല്ലിംഗ ശബ്ദം. അപ്പോൾ മക്കാൻ ക തോഡ് ഫോഡ് മത് കറോ എന്ന് പറയുന്നതിന് പറയാം നമ്മളെന്ന് പറയും ഉസ്കാ തോഡ് ഫോഡ് മത് കറോ അല്ലെങ്കിൽ ഇസ്കാ തോഡ് ഫോഡ് മത് കറോ. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഉസ്കി ഹവ നിക്കൽ ഗയി അല്ലെങ്കിൽ ഇസ്കി ഹവ നിക്കൽ ഗയി. അതിൻ്റെ കാറ്റ് പോയി അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റ് പോയി. ഓക്കെ, ഹവ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്താ പറയേണ്ടത്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത്. ഈ ഉസ്ക, ഉസ്കെ, ഉസ്കി, ഇസ്ക, ഇസ്കെ, ഇസ്കി എന്ന് സംസാരിക്കുമ്പോൾ. ഓക്കെ, ഞാൻ അതിനുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വോ ചലാഗയ അവൻ പോയി എന്നാണ് അല്ലേ? വോ ചലാഗയ അവൻ പോയി. വോ ചലി ഗയി അവൾ പോയി അല്ലേ? ഞാൻ പറയുകയാണ് വോ ചലാഗയ എന്ന് പറഞ്ഞാൽ നവീൻ ചലാഗയ, നവീൻ പോയി. ആ നവീന് പകരം ഞാൻ ബഹു ഉപയോഗിച്ചു, അപ്പോൾ വോ ചലാഗയ. ടീക്കെ. അതുപോലെ തന്നെ മായ ചലി ഗയി, മായ പോയി. വോ ചലി ഗയി അല്ലേ? അതിനിപ്പോൾ നേരിട്ടല്ലേ നമ്മൾ പറഞ്ഞത് ചലാഗയ ചലി ഗയി. പട്ട് ഉസ്ക, ഉസ്കി, ഉസ്കി ഉപയോഗിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത വീടാണ് നോക്കേണ്ടത്. ആ വീട് എന്താണോ ആ വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ത, തേ, ഹേ അല്ലെങ്കിൽ ഈ മാത്രയൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിൻ്റെ സാരം. ഓക്കെ,
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ, 3ാമത്തെ ക്ലാസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. നമ്മൾ 30 ക്ലാസ്സിൽ 30 നിയമങ്ങളെല്ലാം 100 നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.